ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി തമിഴ്നാട്ടിൽ പ്രതിപക്ഷ മഹാസഖ്യം രൂപം കൊണ്ടിരിക്കുകയാണ്. DMK UP-യിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് രണ്ട് സവിശേഷതകൾ ഇവയാണ്. കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യത്തിലേക്കാണ് ഇടതുപക്ഷ പാർട്ടികൾ വന്നിരിക്കുന്നത്. ഒപ്പം മുസ്ലിം ലീഗും ഇടതുപക്ഷ പാർട്ടികൾക്ക് ഒപ്പമുണ്ട്. നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ ഇടതു പാർട്ടികളും കോൺഗ്രസും മുസ്ലിം ലീഗും ശത്രുക്കളായി നിന്ന് മത്സരിക്കുകയാണ്. എന്നാൽ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇവർ സഖ്യത്തിൽ ചേരുന്നു, ഒരു സഖ്യത്തിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രൂപം കൊണ്ട മഹാസഖ്യത്തിൽ ഇത്രയും കക്ഷികളാണ് അംഗങ്ങൾ. 1 DMK, 2 കോൺഗ്രസ്, 3 ഇടതുപക്ഷ പാർട്ടികൾ, 3 മുസ്ലിം ലീഗ്, 4 MDMK, 5 VCK. ഈ 5 പാർട്ടികൾ ചേർന്നാണ് പ്രതിപക്ഷ ഐക്യത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. BJP-ക്കെതിരെയും ഒപ്പം അണ്ണാ DMK-ക്കെതിരെയും ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് പ്രതിപക്ഷ മഹാസഖ്യത്തിൻ്റെ നേതാക്കൾ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും BJP-യെയും അണ്ണാ DMK-യെയും തമിഴ്നാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് കാലുകുത്താൻ സമ്മതിക്കുന്നില്ല എന്നുള്ള നിലപാടിലാണ് പ്രതിപക്ഷ ഐക്യത്തിൻ്റെ പ്രഖ്യാപനം. ഇന്നലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP-AIADMK സഖ്യത്തിന് ധാരണയായിരുന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചെന്നൈയിലെത്തി AIADMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സംയുക്തമായി സഖ്യപ്രഖ്യാപനം നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി O. പനീർശെൽവം അറിയിച്ചിരുന്നു. 21 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP-AIADMK-ക്ക് പിന്തുണ നൽകുമെന്ന് പീയൂഷ് ഗോയലും അറിയിച്ചു. ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വാശിയേറിയ പോരിന് കളമൊരുങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അണ്ണാ DMK-യും PMK-യും തമ്മിലുള്ള സഖ്യത്തിന് ധാരണയായി കഴിഞ്ഞു. ആകെയുള്ള 39 സീറ്റുകളിൽ, അതായത് പുതുച്ചേരി ഉൾപ്പെടെ 40 സീറ്റുകൾ ഉണ്ട്. PMK-ക്ക് 7 ലോക്സഭാ സീറ്റുകളും 1 രാജ്യസഭാ സീറ്റും നൽകും. 21 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ PMK അണ്ണാ DMK-യെ പിന്തുണയ്ക്കും. തമിഴ്നാടിൻ്റെ ചുമതലയുള്ള BJP നേതാവ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മുഖ്യമന്ത്രി എടപ്പാടി K. പളനിസ്വാമിയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. മാത്രമല്ല അദ്ദേഹം DMDK, അതായത് വിജയകാന്തിൻ്റെ പാർട്ടിയുമായി ചർച്ച നടത്തി. ആ DMDK-യും BJP-AIADMK സഖ്യത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ മഹാസഖ്യം ഉണ്ടായിരിക്കുന്നത്. 5 പാർട്ടികൾ ചേർന്നുള്ള ഒരു മഹാസഖ്യമാണിത്. ഏറ്റവും വലിയ പ്രത്യേകത തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ DMK UP-യിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷ മഹാസഖ്യം പറയുന്നത് ഒരു കാരണവശാലും DMK അണ്ണാ DMK സഖ്യത്തെ ലോക്സഭയിൽ എത്തിക്കില്ല. മാത്രമല്ല ഇത് ഒരു മതേതര കൂട്ടായ്മയാണ്. ആ മതേതര കൂട്ടായ്മയ്ക്ക് മാത്രമേ തമിഴ്നാടിനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയത്തിന്, പുതിയ ഇപ്പോഴത്തെ പ്രതിപക്ഷ ഐക്യം കൂടുതൽ പിന്തുണയും ഒപ്പം തന്നെ ഊർജവും നൽകുമെന്നാണ് നേതാക്കളുടെ പ്രസ്താവന. BJP-യെ തള്ളിക്കളഞ്ഞുകൊണ്ട് BJP ഇതര പാർട്ടികൾ ചേർന്നുകൊണ്ടുള്ള വലിയൊരു മതേതര സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തങ്ങൾ ഇവിടെ പ്രതിപക്ഷ ഐക്യം നിര ഉറപ്പിക്കുന്നതെന്നും ഇത്തരമൊരു പ്രതിപക്ഷ ഐക്യനിര തീർച്ചയായും ഇന്ത്യയുടെ ഭരണം പിടിക്കുമെന്നും ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ്.